നമസ്കാരം. സായി പല്ലവി സീതയായി യോജിച്ചില്ലേ? രാമായണ ട്രെയിലറിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ഇതാണ് ചർച്ച. നയൻതാരയെ വീണ്ടും ഓർക്കുന്നുണ്ട് ആരാധകർ. ഇന്ത്യൻ സിനിമാ ലോകം ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ബിഗ് ബജറ്റ് ചിത്രങ്ങളിൽ ഒന്നാണ് രാമായണ. നിതേഷ് തിവാരി സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം പ്രഖ്യാപിച്ച നിമിഷം മുതൽ തന്നെ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. ഇന്ത്യൻ ഇതിഹാസമായ രാമായണത്തെ അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അന്താരാഷ്ട്ര നിലവാരത്തിൽ വലിയ ക്യാൻവാസിൽ അവതരിപ്പിക്കാനുള്ള ശ്രമമാണ് ഈ സിനിമ. അതുകൊണ്ട് തന്നെ ഓരോ അപ്ഡേറ്റും ആരാധകർ ഏറെ ആകാംക്ഷയോടെയാണ് ഏറ്റെടുക്കുന്നത്. ഇപ്പോൾ ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങിയതോടെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വീണ്ടും വലിയ ചർച്ചകൾ ആരംഭിച്ചിരിക്കുന്നത്. ട്രെയിലർ കണ്ട ഭൂരിഭാഗം പ്രേക്ഷകരും ദൃശ്യഭംഗിയെയും VFX നിലവാരത്തെയും പശ്ചാത്തല സംഗീതത്തെയും കഥാപാത്രങ്ങളുടെ ലുക്കിനെയും പ്രശംസിക്കുമ്പോൾ മറ്റൊരു വിഭാഗം ആളുകൾ ചിത്രത്തിലെ കാസ്റ്റിംഗിനെ കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. പ്രത്യേകിച്ച് സീതയായി അഭിനയിക്കുന്ന സായി പല്ലവിയെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോഴത്തെ പ്രധാന ചർച്ച. ചിത്രത്തിൽ ശ്രീരാമനായി ബോളിവുഡ് താരം രൺബീർ കപൂറാണ് എത്തുന്നത്. സീതയുടെ വേഷം അവതരിപ്പിക്കുന്നത് സായി പല്ലവിയാണ്. കന്നഡ സൂപ്പർ താരം യശ് രാവണനായും എത്തുന്നു. ഈ മൂന്ന് കഥാപാത്രങ്ങളുടെയും ലുക്ക് ട്രെയിലറിലൂടെ പുറത്തു വന്നതോടെ സോഷ്യൽ മീഡിയയിലൂടെ അഭിപ്രായ പ്രകടനങ്ങളുടെ പ്രവാഹമാണ്. സായി പല്ലവി മികച്ച അഭിനേത്രിയാണെന്ന കാര്യത്തിൽ സംശയമില്ലെന്നും എന്നാൽ സീതയുടെ കഥാപാത്രത്തിന് മറ്റാരെയെങ്കിലും തിരഞ്ഞെടുക്കാമായിരുന്നു എന്നുമാണ് ചിലരുടെ അഭിപ്രായം. സായി പല്ലവിയുടെ അഭിനയത്തെ വിമർശിക്കുന്നില്ല, പക്ഷേ സീത എന്ന കഥാപാത്രത്തിന് കുറച്ചുകൂടി വ്യത്യസ്തമായ ഒരു സ്ക്രീൻ പ്രസൻസ് വേണമായിരുന്നു എന്നാണ് ചില സോഷ്യൽ മീഡിയ ഉപഭോക്താക്കൾ പറയുന്നത്. ചിലർ പറയുന്നത് സീതയുടെ കഥാപാത്രത്തിന് കൂടുതൽ ഗൗരവവും രാജകീയ ഭാവവും പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഒരാളെ പരിഗണിക്കാമായിരുന്നു എന്നതാണ്. അതേസമയം മറ്റൊരു വിഭാഗം ആളുകൾ ഈ വിമർശനങ്ങളെ അംഗീകരിക്കുന്നില്ല. സായി പല്ലവി തന്റെ കഥാപാത്രത്തിൽ ജീവിക്കുന്ന അഭിനേത്രിയാണെന്നും ട്രെയിലർ മാത്രം കണ്ടുകൊണ്ട് അന്തിമ വിലയിരുത്തൽ നടത്തുന്നത് ശരിയല്ലെന്നും ഈ വിഭാഗം പറയുന്നു. സിനിമ റിലീസ് ചെയ്തതിന് ശേഷമാണ് ഒരു കഥാപാത്രത്തെക്കുറിച്ച് കൃത്യമായ അഭിപ്രായം പറയാൻ കഴിയുകയുള്ളൂവെന്നും അവർ ഓർമ്മിപ്പിക്കുന്നു. ഇതിനിടെയാണ് നിരവധി ആരാധകർ നയൻതാരയെ വീണ്ടും ഓർക്കുന്നത്. 2011 പുറത്തിറങ്ങിയ തെലുങ്ക് ചിത്രം ശ്രീരാമരാജ്യം എന്ന ചിത്രത്തിൽ നയൻതാര അവതരിപ്പിച്ച സീത ഇന്നും പലരുടെയും മനസ്സിൽ നിലനിൽക്കുന്ന കഥാപാത്രമാണ്. ഇതിനിടെയാണ് നിരവധി ആരാധകർ നയൻതാരയെ വീണ്ടും ഓർക്കുന്നത്. 2011 പുറത്തിറങ്ങിയ തെലുങ്ക് ചിത്രം ശ്രീരാമരാജ്യം എന്ന ചിത്രത്തിൽ നയൻതാര അവതരിപ്പിച്ച സീത ഇന്നും പലരുടെയും മനസ്സിൽ നിലനിൽക്കുന്ന കഥാപാത്രമാണ്. ബാപ്പു സംവിധാനം ചെയ്ത ആ ചിത്രത്തിൽ ബാലകൃഷ്ണനായിരുന്നു ശ്രീരാമനെ അവതരിപ്പിച്ചത്. ആ സിനിമയിൽ നയൻതാരയുടെ പ്രകടനത്തിന് മികച്ച അഭിപ്രായമാണ് ലഭിച്ചത്. ഇന്നും സീതയെക്കുറിച്ചുള്ള ചർച്ചകൾ ആ കഥാപാത്രം വീണ്ടും ഉയർന്നു വരുന്നെങ്കിൽ അതിന്റെ സ്വാധീനം എത്രത്തോളം ഉണ്ടായിരുന്നുവെന്ന് വ്യക്തമാവുകയാണ്. രസകരമായ മറ്റൊരു കാര്യവും ആരാധകർ ഇപ്പോൾ ചർച്ച ചെയ്യുന്നു. ശ്രീരാമരാജ്യം എന്ന ചിത്രത്തിൽ സീതയുടെ വേഷത്തിനായി ആദ്യം പരിഗണിച്ചിരുന്നത് മറ്റ് ചില പ്രമുഖ നായികമാരെയായിരുന്നു. ജ്യോതിക, അനുഷ്ക ഷെട്ടി, സ്നേഹ, മമത മോഹൻദാസ് തുടങ്ങിയവരുടെ പേരുകൾ അന്ന് ഉയർന്നു വന്നിരുന്നു. ഒടുവിൽ നയൻതാരയെ തിരഞ്ഞെടുത്തത് സിനിമയുടെ ഏറ്റവും മികച്ച തീരുമാനങ്ങളിൽ ഒന്നായിരുന്നുവെന്നാണ് അന്ന് വിലയിരുത്തപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഇന്ന് സായി പല്ലവിക്കും അത്തരമൊരു പ്രകടനം കാഴ്ചവെക്കാൻ കഴിയട്ടെ എന്നാണ് ചില ആരാധകർ ആശംസിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ മറ്റൊരു അഭിപ്രായവും ഉയരുന്നുണ്ട്. ഇന്നത്തെ സിനിമകളിൽ കഥാപാത്രങ്ങളെ തിരഞ്ഞെടുക്കുമ്പോൾ താരമൂല്യത്തിന് പകരം കഥാപാത്രത്തിന് ഏറ്റവും അനുയോജ്യനായ നടനെയോ നടിയെയോ തിരഞ്ഞെടുക്കണമെന്നാണ് ചിലരുടെ അഭിപ്രായം. അതേസമയം വലിയ ബജറ്റ് ചിത്രങ്ങളിൽ വിപണിയും ഭാഷാ വൈവിധ്യവും കണക്കിലെടുത്താണ് പലപ്പോഴും കാസ്റ്റിംഗ് തീരുമാനങ്ങൾ ഉണ്ടാകുന്നത് എന്നും സിനിമാ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. രാവണനായി എത്തുന്ന യഷിന്റെ ലുക്കിനും ട്രെയിലറിലെ പ്രകടനത്തിനും വലിയ കയ്യടിയാണ് ലഭിക്കുന്നത്. ശക്തമായ സാന്നിധ്യമാണ് യഷ് ട്രെയിലറിൽ പ്രകടിപ്പിച്ചതെന്നാണ് ആരാധകർ പറയുന്നത്. അതുപോലെ ശൂർപ്പണകയായി എത്തുന്ന രാകുൽ പ്രീത് സിംഗിന്റെ കഥാപാത്രത്തെയും പലരും ശ്രദ്ധിച്ചിട്ടുണ്ട്. ട്രെയിലറിൽ വളരെ കുറച്ച് സമയം മാത്രമേ ഇവരെ കാണിക്കുന്നുള്ളൂ എങ്കിലും കഥാപാത്രങ്ങളെക്കുറിച്ചുള്ള കൗതുകം ഇതിനോടകം ഉയർന്നു കഴിഞ്ഞു. ട്രെയിലറിന്റെ മറ്റൊരു പ്രധാന ആകർഷണം അതിലെ ദൃശ്യാവിഷ്കാരമാണ്. ഇന്ത്യൻ സിനിമയിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള VFX നിലവാരമാണ് സിനിമ വാഗ്ദാനം ചെയ്യുന്നത് എന്നാണ് ആരാധകരുടെ അഭിപ്രായം. കൊട്ടാരങ്ങൾ, വനപ്രദേശങ്ങൾ, യുദ്ധരംഗങ്ങൾ, കഥാപാത്രങ്ങളുടെ അവതരണം എന്നിവയെല്ലാം വലിയ സ്ക്രീനിൽ കാണാൻ അനുയോജ്യമായ രീതിയിലാണ് ഒരുക്കിയിരിക്കുന്നത് എന്നാണ് ട്രെയിലർ നൽകുന്ന സൂചന.
അതേസമയം ഇതിഹാസ കഥാപാത്രങ്ങളെ സിനിമയിലേക്ക് കൊണ്ടുവരുമ്പോൾ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകുന്നത് പുതിയ കാര്യമല്ല. മുൻപ് പുറത്തിറങ്ങിയ നിരവധി പുരാണ സിനിമകൾക്കും കാസ്റ്റിംഗിന്റെ പേരിൽ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ സിനിമ റിലീസ് ചെയ്ത ശേഷം മികച്ച പ്രകടനം കാഴ്ചവെച്ച പല അഭിനേതാക്കളും പിന്നീട് പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കിയ ചരിത്രവും ഇന്ത്യൻ സിനിമയിലുണ്ട്. അതിനാൽ ഇപ്പോൾ നടക്കുന്ന ചർച്ചകളും വിമർശനങ്ങളും സിനിമയുടെ റിലീസിന് മുൻപുള്ള സ്വാഭാവിക പ്രതികരണങ്ങളായാണ് പലരും കാണുന്നത്. ട്രെയിലർ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. ഒരു കഥാപാത്രത്തിന്റെ പൂർണ്ണമായ പ്രകടനം വിലയിരുത്താൻ സിനിമ മുഴുവൻ കാണേണ്ടതുണ്ടെന്നാണ് സിനിമാ നിരീക്ഷകരുടെ അഭിപ്രായം. മറ്റൊരു വസ്തുതയും ശ്രദ്ധേയമാണ്. ഒരു ട്രെയിലർ പുറത്തിറങ്ങിയതോടെ ഇത്രയും വലിയ രീതിയിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ച നടക്കുന്നത് തന്നെ സിനിമയോടുള്ള പ്രതീക്ഷ എത്ര വലുതാണെന്ന് വ്യക്തമാക്കുന്നു. അനുകൂല അഭിപ്രായങ്ങളും പ്രതികൂല അഭിപ്രായങ്ങളും ഒരുപോലെ ഉയരുന്നുണ്ടെങ്കിലും അതെല്ലാം ചിത്രത്തിന് ലഭിക്കുന്ന ജനശ്രദ്ധയുടെ തെളിവായി കാണാം. ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ ദൃശ്യ വിസ്മയങ്ങളിൽ ഒന്നായി രാമായണ മാറുമോ? സായി പല്ലവി സീതയായി എല്ലാ വിമർശനങ്ങൾക്കും മറുപടി നൽകുന്ന പ്രകടനം കാഴ്ചവെക്കുമോ? നയൻതാരയെ പോലെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടാൻ സായി പല്ലവിക്ക് സാധിക്കുമോ? അതോ കാസ്റ്റിംഗിനെ ചുറ്റിപ്പറ്റിയുള്ള ഈ വിവാദങ്ങൾ സിനിമ റിലീസ് ചെയ്ത ശേഷവും തുടരുമോ? ഇങ്ങനെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമറിയാൻ ഇനി സിനിമ തിയേറ്ററിലെത്തുന്നതുവരെ കാത്തിരിക്കേണ്ടി വരും.